ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത്. കാലം ഇത്രയും മാറിയിട്ടും യേശുദാസിനെ പോലെയുള്ള അതുല്യ കലാകാരന് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തത് കാലത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഗുരുവായൂരിൽ എല്ലാവർക്കും വിശ്വാസമുള്ള എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം. ഗുരുവായൂരിലും പൂജയിലും ആരാധനയിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും പ്രവേശനം കൊടുക്കണം. യേശുദാസ് പരമഭക്തനായ ആളാണ്. ഞാൻ ഗുരുവായൂരിൽ ഒരു ദിവസം പോകുന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ആളല്ലേ. ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വെക്കാനാണ് തീരുമാനം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ആചാര പരിഷ്കരണത്തിന്റെ ഭാഗമാണ് ശിവഗിരി മഠത്തിന്റെ ഈ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശിവഗിരി മഠമാണ് ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ചുകൂടി പ്രസക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഭവ്യ. കാരണം ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെയും സ്വാമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പ്രവേശിക്കണം, അതിനുള്ള അനുമതി ഉണ്ടാകണമെന്ന കാര്യം മുന്നോട്ട് വെച്ചത് സ്വാമിയാണ്. അത്തരത്തിലുള്ള നിരവധി പരിഷ്കരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട് ശിവഗിരി മഠം. ഈ വിഷയത്തിലും ഇപ്പോൾ ശിവഗിരി മഠം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മാസം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ KJ യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കും എന്നാണ് സ്വാമി സച്ചിദാനന്ദ ന്യൂസ് 18 പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ ഈ വിഷയം സജീവ ചർച്ചയായിരുന്നു. നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യേശുദാസിന് അനുകൂലമായി വന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം എടുത്ത നിലപാട് പലപ്പോഴും ഈ ഇത്തരത്തിൽ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഭക്തന്മാരിൽ പ്രവേശനം നേടുന്നവരിൽ ഏറ്റവും അവസാനത്തെ ആളാകാൻ മാത്രമാണ് തനിക്ക് ആഗ്രഹം എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയം ഇപ്പോഴും കാലാനുസൃതമായ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ്. സർക്കാർ ഈ വിഷയത്തിൽ യേശുദാസിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ യേശുദാസിനെ പോലെയുള്ളവരെ വിശ്വാസികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് നിൽക്കണം എന്നാണ് ശിവഗിരി മഠം ആവശ്യപ്പെടുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ വിഷയം നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. ഹിന്ദു ഐക്യവേദിയും മറ്റും ഇതിനെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് എതിർക്കുകയാണ്. ഒപ്പം തന്ത്രി സമാജവും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. തന്ത്രിമാരാണ്, അതായത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന നിലപാടാണ് തന്ത്രി സമാജം സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ചയാക്കുന്നതിലൂടെ കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തിടുകയാണ് ശിവഗിരി മഠം എന്നുള്ളതാണ്. സർക്കാരിൻ്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നവരുടെയും മറ്റും പിന്തുണ ശിവഗിരി മഠം ഉറപ്പാക്കാനുള്ള നീക്കം കൂടി നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയം വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ് ഭവ്യ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.